എല്ലാം പടച്ച റബ്ബിന്റെ യുക്തിയാണ്, റബ്ബിന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ വിധിയാണ് എന്ന ഉറച്ച വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഈ രാജ്യത്തിന്റെ യഥാർത്ഥ നല്ല മൂല്യ സംവിധാനങ്ങളെ തകർത്തുകൊണ്ട് NRC നടപ്പിലാക്കും, ഏക സിവിൽ കോഡ് നടപ്പിലാക്കും എന്നുപോലെയുള്ള ഇവിടുത്തെ വേർതിരിക്കപ്പെടുന്ന രൂപത്തിലുള്ള ഒരു അവസ്ഥ കൊണ്ടുവരും എന്ന് പറയുകയും അയോധ്യ പോലെയുള്ള സംരംഭങ്ങളെ അല്ലെങ്കിൽ സ്ഥലങ്ങളെ എടുത്തു ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് ക്രെഡിറ്റ് ആക്കി മാറ്റാൻ പറ്റും എന്ന് വിചാരിച്ചവർക്ക് അതേ മണ്ണിൽ വെച്ച് തിരിച്ചടി ഉണ്ടാകുമ്പോൾ, പ്രിയപ്പെട്ട വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, നമ്മൾ ആലോചിക്കണം, ഇസ്ലാം എത്ര അജയ്യമാണ്. ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ നമുക്ക് നൽകിയ നിർദ്ദേശം എന്തായിരുന്നു? എന്തെല്ലാം അക്രമപരമായ പ്രയാസകരമായ അവസ്ഥകൾ നമ്മുടെ രാജ്യത്തുണ്ടായി. നമ്മളോട് ഒരിക്കലും ഒരു യഥാർത്ഥ മുസ്ലിം പണ്ഡിതനും അക്രമം പ്രവർത്തിക്കാൻ നമ്മളോട് പറഞ്ഞില്ല. ഇസ്ലാം അങ്ങനെയാണ്. നമ്മുടെ എത്രയോ ആരാധനാലയങ്ങൾക്ക് ക്ഷതമേറ്റിട്ടുണ്ട്, പക്ഷെ ഒരൊറ്റ മുസ്ലിമും മറ്റൊരാരാധനാലയം തകർക്കാൻ പോയിട്ടില്ല. നമ്മുടെ എത്രയോ ഇമാമിങ്ങളെ, പള്ളിയിലെ പണ്ഡിതന്മാരെ കൊന്നൊടുക്കിയിട്ടുണ്ട്. നമ്മളൊരു ആരാധനാലയത്തിലും കയറിയിട്ട് പൂജാരിയെ വെട്ടിയിട്ടില്ല. എന്തേ? ഇസ്ലാം ദുൽമിനെ പറയുന്നില്ല, ഇസ്ലാം അക്രമത്തിന് വേണ്ടി അഴിച്ചുവിടാൻ വേണ്ടി കൽപ്പിക്കുന്നില്ല. പീഡിതരായി മർദ്ദിതരായി കഷ്ടപ്പെട്ടിരുന്ന മുഅ്മിനീങ്ങളുണ്ടായിരുന്നു നമ്മുടെ മുമ്പ്. അവരൊക്കെ നബിയോട് വന്ന് ചോദിക്കാൻ തുടങ്ങി, മതാ നസ്റുല്ലാഹ്, അല്ലേ നബിയെ, എന്നാ അള്ളാന്റെ സഹായം കിട്ടുക? എന്തുമാത്രം വലിയ കഷ്ടപ്പാടില്ല ഞങ്ങൾ. അന്ന് അള്ളാന്റെ ഖുർആൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്, അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. വിശ്വാസികളെ, നമ്മുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ കൊത്തിവെക്കണം. വല്ലാത്ത ശുഭാപ്തി വിശ്വാസം നൽകുന്ന ഒരു പ്രതീക്ഷയുടെ വാക്കാണ്, അലാ, നിങ്ങൾ അറിയണം, ഇന്ന നസ്റല്ലാഹി ഖരീബ്, അള്ളാന്റെ സഹായം അടുത്തു തന്നെയുണ്ട്. അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്ക് സമീപത്തു തന്നെയുണ്ട്. നിങ്ങൾ കാത്തിരിക്കണം, നിങ്ങൾ ക്ഷമിക്കണം. സഹോദരങ്ങളെ, എപ്പോഴാണ് നമുക്ക് അള്ളാഹുവിന്റെ സഹായം വന്ന് കിട്ടുക? നമ്മൾ ദുൽമിലാകുമ്പോൾ കിട്ടൂല. കുഫറിലും വലാലത്തുകളിലുമായി മോശക്കാരായി നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ ഒരു രാജ്യത്തും നമുക്ക് വിജയിക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നിങ്ങൾക്ക് അള്ളാന്റെ സഹായം വേണോ? ഇൻ തൻസുറുല്ലാഹ യൻസുർക്കും വയുസബ്ബിത് അഖ്ദാമക്കും. നിങ്ങൾ എപ്പോഴാണോ അള്ളാഹുവിനെ സഹായിക്കുന്നത്, അള്ളാഹു അപ്പോൾ നിങ്ങളെയും സഹായിക്കും. നിങ്ങളുടെ കാലുകൾക്ക് പടച്ച റബ്ബ് സ്ഥൈര്യം നൽകുന്നതാണ്. പടച്ചോനെ വിട്ട് കളിക്കരുത്, ദീന് വിട്ട് കളിക്കരുത്. നിങ്ങൾ എപ്പോഴാണോ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിച്ച് നിങ്ങളുടെ കാലുകൾക്ക് സ്ഥൈര്യം നൽകും. ഈ ആയത്ത് സൂറത്ത് മുഹമ്മദിലാണ്. ഇത് വിശദീകരിച്ചപ്പോൾ അബ്ദുറഹ്മാൻ അസ്റ സഅദി റഹ്മത്തുള്ളാഹി പറയാണ്, ഇൻസുറുല്ലാഹ, നിങ്ങൾ അല്ലാഹനെ സഹായിച്ചാൽ, ബിൽ ഖിയാമി ബിദീനിഹി, അല്ലാഹന്റെ ദീന് നിലനിർത്തിക്കൊണ്ട് നിങ്ങളെ സഹായിച്ചാൽ, ഈ ദീന് ഇവിടെ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ അല്ലാഹനെ സഹായിച്ചാൽ, വദ്ദഅവതി ഇലൈഹി, അല്ലാഹുവിലേക്ക് ദീനിലേക്ക് നിങ്ങൾ ജനങ്ങളെ ക്ഷണിക്കാൻ തുടങ്ങിയാൽ, വജിഹാദു അഅദാഇഹി, അല്ലാഹുവിന്റെ ശത്രുക്കൾക്കെതിരെ സാധ്യമാവുന്ന അനുവദനീയമാകുന്ന ജിഹാദിന്റെ മേഖലകളിൽ നിങ്ങൾ വന്നാൽ അന്ന് നിങ്ങൾക്ക് അല്ലാഹന്റെ സഹായം ഉണ്ടാകും. എത്ര മനമുരുകി പ്രാർത്ഥിച്ചവരാണ് നമ്മൾ. ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്ന് ഈ ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സഹായത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞവരാണ്. റമദാനിൽ പ്രാർത്ഥിച്ചവരാണ്, ഹറമുകളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചവരുണ്ട്. ആ പ്രാർത്ഥനക്ക് ഫലമുണ്ട്. അള്ളാഹിനോട് ദുആ ചെയ്താൽ അതിന്റെ ഫലം ഉണ്ട്, കിട്ടുമെന്നും അടുത്തു തന്നെ ഉണ്ടെന്നും അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നു. അതെത്ര സത്യമായി പുലരുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു വലിയ ദൗത്യമാണ് അടിത്തറകളിൽ ഇസ്ലാം എത്തണം. ഇവിടുത്തെ സാധാരണക്കാർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടാൻ കഴിയണം. അവർക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള ഭീതി മാറ്റാൻ കഴിയണം. 1992 ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ ഒന്നൊന്നായി തകർത്ത് തരിപ്പണമാക്കിയ കർസേവകരായ ഒട്ടുകൂട്ടം ആളുകൾ അക്രമാസക്തരായി. സുഹൃത്തുക്കളെ, ഒന്ന് ചരിത്രം വായിച്ചു നോക്ക്. ആ കൂട്ടത്തിലുണ്ടായിരുന്ന ബൽബീർ സിംഗ് എന്നറിയപ്പെടുന്ന ഒരു പ്രവർത്തകൻ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. മുഹമ്മദ് ആമിർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ച് പിന്നീട് അദ്ദേഹം തകർത്ത ബാബരിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി നൂറുകണക്കിന് പള്ളികൾ സ്ഥാപിച്ചുകൊണ്ടാണ് മറുപടി കൊടുത്തത്. ഒരു അഭിമുഖത്തിനിടയിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്തേ എനിക്ക് ഇസ്ലാമിനെ നേരത്തെ പറഞ്ഞു തരാതിരുന്നത്? നമ്മുടെ നാട്ടിലെ ഒരു കൂട്ടം ആളുകൾ, അവരേത് പ്രസ്ഥാനക്കാരാവട്ടെ, ഏത് പാർട്ടിക്കാരാവട്ടെ, നമ്മുടെ ദീൻ അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം.
അങ്ങനെയാണ് അള്ളാഹിന്റെ സഹായം കിട്ടാനുള്ള മാർഗമെന്നാ പറഞ്ഞിരിക്കുന്നത്. അള്ളാഹുവിന്റെ സഹായത്തിന് അവന്റെ ദീനിനെ മുറുകെ പിടിക്കുന്ന ആളുകളായി മാറണം. കേവലം ഒരു ഇലക്ഷൻ വരുമ്പോഴോ അതിന്റെ റിസൾട്ട് വരുമ്പോഴോ നമ്മളൊരു രാഷ്ട്രീയക്കാരനായാൽ പോരാ. നമുക്ക് രാഷ്ട്രീയ ബോധം വേണം. നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകനിൽ ഉണ്ടാവണം. അതിൻ്റെതായ മൂല്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാവും വേണം. വിശ്വാസിയാണെങ്കിൽ അവൻ ശ്രദ്ധിക്കണം, അവനെപ്പോഴും നന്മയിൽ മുന്നിലുണ്ടാവണം. അവൻ വിശ്വാസിയാണ്, നല്ല ഒരു അവസരം നന്മ പ്രവർത്തിക്കാൻ എവിടെയാണോ കിട്ടുന്നതെങ്കിൽ അവിടെ അവൻ ഉണ്ടാവണം. അതേ സമയത്ത് അവൻ സമൂഹത്തിൽ നിന്നൊരിക്കലും ഉൾവലിയുന്നവനാകാൻ പാടില്ല. നമ്മളൊന്നും കൊല്ല, നമ്മൾ പള്ളിയും വീടും ജോലിക്കായിട്ട് ഇങ്ങനെ പോയാൽ മതി, നാട്ടിലെ കാര്യങ്ങളൊന്നും എനിക്കറിയണ്ട എന്ന് പറയുന്ന ഉൾവലിയുന്നവനായി മാറാൻ പാടില്ല. നമ്മുടെ പ്രവാചകന്മാർ എത്ര ഉത്തമ പുരുഷന്മാരായിരുന്നു. അവരെ കുറിച്ച് നാട്ടുകാർ പറയുമായിരുന്നു, നിങ്ങൾ എന്ത് നബിയാണ്, എന്താ കുഴപ്പം? വഖാലൂ മാലി ഹാദർ റസൂൽ, നിങ്ങൾ എന്ത് റസൂലാണ്, നിങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, വയംശീ ഫിൽ അസ്വാഖ്, നിങ്ങൾ മറ്റുള്ളവരെ പോലെ അങ്ങാടിയിലൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ടല്ലോ. അത് നബിമാർക്കുള്ളൊരു ഗുണമായിരുന്നു. പക്ഷെ അവരെന്ത് പറഞ്ഞു? നിങ്ങളൊരു സാധാരണ മനുഷ്യന്മാർ തന്നെയാണ്, നിങ്ങൾ അങ്ങാടി കൂടെ അങ്ങനെ വെറുതെ നടക്കല്ലേ എന്നവർ പറഞ്ഞിരുന്നു. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കുക, നമ്മൾ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ടവർ തന്നെയാണ്. ജനങ്ങളുടെ ജനകീയമായ പ്രശ്നത്തിൽ ഇടപെടുമ്പോഴും അങ്ങേയറ്റത്തെ ക്ഷമ പാലിക്കാൻ നമുക്ക് കഴിയണം. നല്ല പ്രയാസം ഉണ്ടാക്കും, ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാകും, ഒരുപാട് ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ മുഅ്മിനു, ഒരു സത്യവിശ്വാസി, അല്ലദീ യുഖാലിതുൻ നാസ്, ജനങ്ങളുമായി ഇടപഴകിക്കൊണ്ട് അവരുടെ കാര്യത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നവനാണെങ്കിൽ, വയസ്ബിറു അലാ ദാഹും, അവരിൽ നിന്നുണ്ടാകുന്ന പ്രയാസം ക്ഷമിക്കുന്നവനുമാവുകയാണെങ്കിൽ, പ്രയാസങ്ങൾ അതിൻ്റെ കൂടെ ചേർത്തത് പറഞ്ഞു. നീ ജനങ്ങളോട് കൂടിച്ചേർന്ന് ഇടകലർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ, എന്നിട്ട് അവിടെയുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നീ ക്ഷമിക്കുകയാണെങ്കിൽ, ഖൈറും മിനല്ലദീ ലാ യുഖാലിതുൻ നാസ്, ഖൈറും മനില്ലദീ ലാ യുഖാലിതുൻ നാസ്, ഒരുത്തനേക്കാൾ ആ വിശ്വാസി നല്ലവനാണ്. ആരാണവൻ? അവൻ ജനങ്ങളുടെ ഒരു കാര്യത്തിലും ഇറങ്ങൂല. അതൊന്നും എൻ്റെ പണിയല്ല. അതിനൊക്കെ ഇവിടെ ചില ആൾക്കാരൊക്കെ ഉണ്ട്, ഷർട്ട് മാറ്റി കുപ്പായം മാറ്റി നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അതൊന്നും എൻ്റെ പണിയല്ല എന്നാരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ, അവനേക്കാൾ നല്ലത് മനില്ലദീ ലാ യുഖാലിതുൻ നാസ് വലാ യസ്ബിറു അലാ ദാഹും, അവിടെ ഉണ്ടാവുന്ന പ്രയാസങ്ങൾ ക്ഷമിക്കാത്തവനും ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കാത്തവനേക്കാൾ നല്ലവൻ ജനങ്ങൾക്കിടയിൽ ചെയ്യാൻ പറ്റാവുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുന്നവനും അവിടെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ക്ഷമിക്കുന്നവനാണ്. പക്ഷേ സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കണം, പലതരം ജീർണതകൾ രാഷ്ട്രീയത്തിലുണ്ട്. ആ ജീർണതകളുടെ കുപ്പായം നീ ഒരിക്കലും ധരിച്ചു പോകരുത്. ചില കാര്യങ്ങൾ ഒരു മുസ്ലിമാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ. രാഷ്ട്രീയ പ്രവർത്തനം എന്നതൊരാളുടെ സാമൂഹ്യ നന്മക്കാകണം, തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ലാഭത്തിന് വേണ്ടിയാകരുത്. അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരിക്കലും ഇസ്ലാം എന്ന ആദർശത്തെ പണയപ്പെടുത്തിക്കൊണ്ടൊരു രാഷ്ട്രീയക്കാരനാവരുത്. നിസ്കാരമില്ല, ദീനില്ല, ജമാഅത്ത് നമസ്കാരമില്ല, ഇസ്ലാമിക കുടുംബാന്തരീക്ഷം ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളൊരു രാഷ്ട്രീയ കുപ്പായം അണിയണം എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ തൻ്റെ കക്ഷികളുടെ തെറ്റിനെ ന്യായീകരിക്കുന്ന പ്രവണത ഉണ്ടാകാൻ പാടില്ല. അപരന്റെ തിന്മകളെ അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നവനുമായി മാറാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുണ്ടാകുമ്പോൾ നന്മകളായിക്കൊണ്ട് ആര് ചെയ്താലും അത് അംഗീകരിക്കുന്നതാവണം. തിന്മ ആര് ചെയ്താലും അതിൻ്റെ കൂടെ നീ ഉണ്ടാകാനും പാടില്ല. ചില കാര്യങ്ങൾ അത്ര ശ്രദ്ധയിലുണ്ടാവണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് മനുഷ്യർ, മുഅ്മിനീങ്ങൾ ജനങ്ങളുമായി ഇടപെട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്നവനാകണം, രോഗികളെ സഹായിക്കുന്നവനാവണം, വീടില്ലാത്തവന്റെ വീടിനെ കുറിച്ച് ചിന്തിക്കുന്നവനാകണം. ഒരു വീട്ടിലൊരു ജനാസയുണ്ടെങ്കിൽ അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവൻ ചെയ്യുന്നവനാവണം. അവൻ ഭാരവാഹിയാകേണ്ടതില്ല, അവൻ ജില്ലാ നേതാവാകേണ്ടതില്ല. ഒരു യഥാർത്ഥ മുഅ്മിനായാൽ തന്നെ അവനെ കൊണ്ട് സാധ്യമാകുന്ന പോലെ അവൻ ഇടപഴകുന്നവനാവണം. സഹോദരങ്ങളെ, ഹജ്ജിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് ഇൻഷാ അല്ലാഹ്. ബലിപെരുന്നാളിനോട് അടുത്തേക്ക് നമ്മൾ വരാനിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ചരിത്രം ഓർമ്മപ്പെടുത്തുന്ന ബലിപെരുന്നാളിൻ്റെ ഹജ്ജിൻ്റെ സന്ദേശം പറയുന്ന കൂട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പേര് പറയാറുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം വായിച്ചു നോക്ക്. നമ്മൾ ഈ പറഞ്ഞതുമായി എന്താ ബന്ധം? ജനങ്ങളിൽ ഭയങ്കരമായ ലലാലത്ത് നടക്കുമ്പോൾ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ജനങ്ങളോട് സംവദിച്ച്, രാജാവിനോട് സംവദിച്ച്, പാപ്പയോട് സംവദിച്ച്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തി പറഞ്ഞു കൊടുത്ത് സത്യത്തിലേക്ക് ക്ഷണിക്കുക എന്ന യഥാർത്ഥ തൗഹീദിന്റെ മില്ലത്തിലേക്ക് ആ ജനങ്ങളെ ക്ഷണിച്ച ഒരു ദാഇയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം.
എന്തുകൊണ്ട് നമുക്കിതിൽ നിന്ന് പഠിക്കാനുണ്ട്? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറയാത്ത ഓർക്കാത്ത ഒരു നമസ്കാരം ഇവിടെ കടന്നു പോകുന്നുണ്ടോ? സ്വലാത്ത് ചൊല്ലുന്നവരെ ഇബ്രാഹിമി സ്വലാത്താണല്ലോ നമുക്കുള്ളത്. നമ്മളത് എത്രമാത്രം മഹത്തരമായി കാണുന്ന ആ പേരിങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അദ്ദേഹത്തിൻ്റെ ഖൗമിന് ഇടയിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന ആദർശധീരനായ പോരാളിയായ ഒറ്റയാനായി സമൂഹത്തിൽ ഇറങ്ങുകയാണ്. നമുക്കിവിടെ സംരംഭങ്ങളുണ്ട്, നമുക്കിവിടെ കൂട്ടായ്മകളുണ്ട്, നമുക്കിവിടെ നിയമങ്ങളുണ്ട്. ഇതൊന്നുമില്ലാത്തൊരു ഘട്ടത്തിൽ ജനങ്ങളിലുള്ള വലാലത്തും പിഴവും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഖൗമിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അവർ ചെയ്യുന്നതെല്ലാം അതുപടി അനുകരിക്കുകയല്ല, അവരിലുള്ള എല്ലാ വലാലത്തുകളും ഏറ്റെടുക്കുകയല്ല, അവരോട് തിരിച്ചു ചോദിക്കുകയാണ്. ഇത് ഖാലൂ ലിഖൗമിഹിം, ഇബ്രാഹിം നബിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും മാതൃകയാണ്. അവർ തൻ്റെ ജനങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഇന്നാ മിൻകും, നിങ്ങളിൽ നിന്ന് ഞങ്ങൾ സുരക്ഷിതരാണ്, നിരപരാധികളാണ്, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് ഞങ്ങൾ സപ്പോർട്ടല്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, തിന്മ ആര് ചെയ്യുന്നുവെങ്കിലും തിന്മയാണ്, ഞങ്ങൾ അതിനില്ല. നാട്ടിൽ മഹാഭൂരിഭാഗം ആളുകൾ വിഗ്രഹാരാധനയിൽ മുങ്ങി കുളിച്ച് കിടക്കുമ്പോഴാ പറയുന്നത്, നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യത്തിന് ഞങ്ങളാരും കൂട്ടില്ല. വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാത്തവരെ നിങ്ങൾ ആരാധിക്കുന്നതിന് ഞങ്ങൾ ഒരിക്കലും പിന്തുണയില്ല. ഉറച്ചു പ്രഖ്യാപിച്ചു. അവിടെ പിന്നെന്തുണ്ടാവും ആലോചിച്ചില്ല. അങ്ങനെ കരുത്തുറ്റ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ച ആദർശ ധീരത കാണിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാർഗം പഠിപ്പിച്ചു കൊടുത്തിട്ട് നബിനോട് പറയാണ്, നബിയേ നിങ്ങളും ഈ മാർഗം സ്വീകരിക്കണം. നബിയെ നിങ്ങൾക്ക് ദാ നാം വഹി നൽകുകയാണ്, ഇബ്രാഹിം ഹനീഫ, നേരായ ചൊവ്വായ വക്രതയില്ലാത്ത ശുദ്ധമായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഋജുമനസ്കതയുള്ള ആ മാർഗം നബിയെ നിങ്ങൾ പിൻപറ്റണം. ഒരു മാക്കന്മാര് പറയണം, ഏതാണ് ആ മാർഗം? അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്നതാണ് ആ മാർഗം. ഏറ്റവും നിഷ്കളങ്കമായി അള്ളാഹ്ക്ക് മാത്രമാണ് ഈ ആരാധനകളെല്ലാം കൊടുക്കുക എന്നതാണ് ആ മാർഗം. അള്ളാഹുവല്ലാത്ത എന്ത് വലിയ മഹത്തരമെന്ന് പറയുന്ന ആരാധ്യ വസ്തുക്കളെ തന്നാലും അതിനെ ഒഴിവാക്കുക എന്നതാണ് ആ മാർഗം. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാത്തതാണ് ആ മാർഗം. അല്ലാഹു അല്ലാത്തവരിലേക്ക് അഭയം പ്രാപിക്കാതിരിക്കലാണ് ആ മാർഗം. മക്കളില്ലാതെ വിഷമിച്ചു, അല്ലാഹു വല്ലാത്തൊരു കേന്ദ്രത്തെ സമീപിച്ചിട്ടില്ല. നാട്ടിൽ നിന്ന് പല ബഹിഷ്കരണങ്ങൾ ഉണ്ടായി, ഒരിക്കലും ഇസ്ലാമിനെതിരായ ഒരു മാർഗത്തിലേക്ക് കടന്നുപോയിട്ടില്ല. ആ മില്ലത്ത്, ആ മാർഗമാണ് സകല അമ്പിയാക്കന്മാർക്കുമുള്ള യഥാർത്ഥ മാർഗം. അത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലംബിയാഉ ഇഖ്വതുൻ ലിഅല്ലാത്തിൻ, അമ്പിയാക്കന്മാരൊക്കെ സഹോദരന്മാരാണ്. ഉമ്മഹാതുഹും ശത്താ, ഉമ്മമാര് വ്യത്യാസം ഉണ്ടാകും. വദീനുഹും വാഹിദുൻ, എല്ലാവർക്കും ഒറ്റ ദീനാണ്, എല്ലാവരും ഒരേ മാർഗത്തിലാണ്. ഓരോ നബിയും അള്ളാഹു വല്ലാത്തവരെ ആരാധിക്കാൻ പറഞ്ഞില്ല, ഓരോ പ്രവാചകനും അള്ളാഹു വല്ലാത്തവരോട് ജീവിതത്തിൽ പ്രാർത്ഥിച്ച് മാതൃക കാണിച്ചു തന്നിട്ടില്ല. ഒരേ മില്ലത്തിലാണ് അവർ പോയത്. അത് കണ്ടുകൊണ്ടാണ്, ആ ആദരണീയമായ ജീവിതം കണ്ടിട്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറ്റി ഖുറൈശികൾ പറയാറുണ്ട്, ഇബ്രാഹിം നബി ഞങ്ങളാളാണ്. മുശ്രിക്കീങ്ങളായ ഖുറൈശികൾ പറയാണ്, ഇബ്രാഹിം നബി ഞങ്ങളാളാണ്. അത്രയ്ക്ക് വ്യക്തിത്വം ഉണ്ടായിരുന്നു. എന്ന് മാത്രവുമല്ല, ഇതൊക്കെ പറഞ്ഞിട്ടും ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും, മക്കയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ രൂപം വരെ അവർ ഉണ്ടാക്കി വെച്ച് ആരാധിച്ചിരുന്നു. നജ്റാനിൽ നിന്ന് ഒരു കൂട്ടം നസ്രാനികൾ കടന്നു വന്നു, ക്രിസ്തീയ പണ്ഡിതന്മാർ. അവർ പറഞ്ഞു, നബി തങ്ങളുടെ അടുത്ത് വന്ന്, നിങ്ങൾ പറയുന്ന ഇബ്രാഹിം എന്ന പ്രവാചകൻ ഞങ്ങളുടെ ആളാണ്, നസ്രാനിയാണ്. യഹൂദികളായ അഹ്ബാറുകൾ, പുരോഹിതന്മാർ വന്നിട്ട് പറഞ്ഞു, ഇബ്രാഹിം എന്ന് പറയുന്ന നിങ്ങളുടെ പ്രവാചകൻ യഹൂദിയാണ്. അള്ളാന്റെ ഖുർആനിൽ ആയത്തിറങ്ങി, അത് പറയരുത്. മകാന ഇബ്രാഹീമു യഹൂദിയാ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം യഹൂദിയല്ല, വലാ നസ്രാനിയല്ല, വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ,
അല്ലാഹുവിന് സമ്പൂർണ്ണമായി കീഴ്പ്പെട്ട് ജീവിച്ച നല്ലൊരു മുസ്ലിമാണ്. വമാ കാന മിനൽ മുശ്രിക്കീൻ, ഖുറൈശികൾ പറയുന്ന പോലെ അദ്ദേഹം മുശ്രിക്കീങ്ങളിൽ പെട്ടവനല്ല. ഒറ്റ ആയത്ത് മതി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മഹത്വം ഉറപ്പെടുത്തുകയാണ്. മഹാനായ ഇക്രിമ റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥത്തിൽ എഴുതി വെക്കുകയാണ്, ഇബ്രാഹിം നബിക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഇന്നഹു മുക്രിമൽ ളൈഫാൻ, ചില പ്രത്യേക സാഹചര്യത്തിൽ അപൂർവമായി 2 വിരുന്നുകാർ വീട്ടിലേക്ക് വന്നപ്പോൾ അളവറ്റ അങ്ങേയറ്റത്തെ ആതിഥ്യമര്യാദ കാത്തു സൂക്ഷിച്ച പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മലക്കുകൾ വീട്ടിലേക്ക് വന്നപ്പോൾ മലക്കുകളാണെന്നറിയാതെ മൃഗത്തെ അറുത്ത് മാംസം റെഡിയാക്കി ഭക്ഷണം കഴിക്കാൻ കൊണ്ടുവന്നു കൊടുത്ത ആതിഥ്യമര്യാദ പാലിച്ച പ്രവാചകനാണ്. ഇന്നഹു ഖലീലുർ റഹ്മാനി, അല്ലാഹുവിന്റെ റഹ്മാന്റെ ഖലീലാണ്. ഇന്നഹു ദാഇ ഇലല്ലാഹ് കുല്ല ഹയാതിഹി ബികുല്ലി വസീലത്തിൻ, എല്ലാ മാർഗവും ഉപയോഗപ്പെടുത്തിയിട്ട് പല വഴികളിലൂടെ അല്ലാഹുവിലേക്ക് ക്ഷണിച്ച പ്രവാചകനാണ്. നമ്രൂദിനോടും ബാപ്പയോടും ഖൗമിനോടും പറഞ്ഞിട്ടുണ്ട്, ഇന്നഹുല്ലദീ ഹജറ അദാ അല്ലാഹി ഫീ ദാത്തില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ശത്രുക്കൾക്കെതിരായി ഹിജറ പുറപ്പെട്ട പ്രവാചകനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുകൊണ്ട് ഈ പ്രവാചകന്റെ ജീവിത മാതൃക നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്, പഠിക്കാനുണ്ട്, പകർത്താനുണ്ട്. എല്ലാ ദിവസവും പ്രഭാതത്തിൽ നമ്മൾ പറയുന്നുണ്ട് ഈ കാര്യം, ഞാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിലാണ്. പറയുമ്പോൾ നമുക്കത് ഓർമ്മണ്ടോ എന്ന് പറയാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഭാതത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്തായിരുന്നു? അല്ലാഹുമ്മ അസ്ബഹ്നാ അലാ ഫിത്രത്തിൽ ഇസ്ലാം. അസ്ബഹ്നാ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന, അസ്ബഹ്നാ അലാ ഫിത്രത്തിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഫിത്രത്തിൽ ഞങ്ങൾ ഇതാ പ്രഭാതത്തിൽ എണീച്ചിരിക്കുന്നു. വഅലാ കലിമത്തിൽ ഇഖ്ലാസ് വഅലാ ദീനി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മില്ലത്തി അബീനാ ഇബ്രാഹീം ഹനീഫൻ മുസ്ലിമ വമാ കാന മിനൽ മുശ്രിക്കീൻ. എല്ലാ ദിവസവും പ്രഭാതത്തിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദീനിലാണ് ഉള്ളത്, ഞങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിലാണ് ഉള്ളത്, ഇബ്രാഹിം നബി ഹനീഫും മുസ്ലിമാണ്, വമാ കാന മിനൽ മുശ്രിക്കീൻ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. അതുകൊണ്ട് നമ്മളെ സ്വയം ഒന്ന് വിചാരണക്ക് വെച്ച് നോക്കുക. ഞാൻ ആദർശ രംഗത്ത് എങ്ങനെയാണ്, ഞാൻ വ്യക്തി ജീവിതത്തിൽ എങ്ങനെയാണ്, രാഷ്ട്രീയ രംഗത്ത് എങ്ങനെയാണ്, സാമൂഹിക നന്മകളിൽ സ്ഥാനം എവിടെയാണ്, വിശുദ്ധമായ ജീവിതത്തിന്റെ രംഗത്ത് ഞാൻ എവിടെയാണ്, അള്ളാഹുവിന്റെ സഹായം ലഭിക്കാൻ ഞാൻ ഇന്ന് ജീവിക്കുന്ന ഈ ജീവിത മാർഗം എനിക്ക് അള്ളാഹിന്റെ സഹായം കിട്ടാൻ മാത്രമുള്ള ഒരു മേഖലയിലാണോ ഞാൻ ഉള്ളത് എന്ന് വീണ്ടും വിചാരണത്തിന് നമ്മൾ തയ്യാറാവുക. അള്ളാഹുവിന്റെ എല്ലാ സഹായവും വിജയവും നമുക്കെല്ലാം അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.